എഴുതിയ ആളുകളുണ്ട്. CBS-നെ പോലെയുള്ള ആളുകൾ. CBS അദ്ദേഹം അർമീനിയൻ പുസ്തകത്തിൽ പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം മുസ്ലിം അല്ലല്ലോ. പ്രവാചകന്റെ ധാർമ്മിക ഗുണങ്ങൾ എന്തൊക്കെയാണ്, പ്രവാചകരുടെ സ്വഭാവ മഹിമ എന്തൊക്കെയായിരുന്നു. പ്രവാചകർ തങ്ങളെ സംബന്ധിച്ച് അബുൽ ഹുമൈസ എന്ന് പറയുന്ന ഒരു സഹോദരൻ പറയുന്നു, മുസ്ലിമാകുന്നതിന്റെ മുമ്പ്, പ്രവാചകത്വം ലഭിക്കുന്നതിന്റെ മുമ്പ് ഞാൻ ആ പ്രവാചകരോട് ഇന്ന സ്ഥലത്ത് ഞാൻ വരാം എന്നൊരു വാക്ക് പറഞ്ഞു. ഞാൻ അന്നും മറന്നു, പിറ്റേ ദിവസവും മറന്നു. മൂന്നാമത്തെ ദിവസമാണ് എനിക്ക് ഓർമ്മ വന്നത്, മുഹമ്മദ് തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഒരിടത്ത് വരാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. 3 ദിവസം, മൂന്നാമത്തെ ദിവസം ആ വാക്ക് കൊടുത്ത വാക്ക് ഓർമ്മ വന്ന് ചെന്ന് നോക്കുമ്പോ പ്രവാചകർ തങ്ങൾ അവിടെയുണ്ട്. അവിടുന്ന് പറഞ്ഞു, യാ ഫതാ ലഖദ് ശഖഖ്ത അലയ്യ, എന്നെ വല്ലാണ്ട് പ്രയാസപ്പെടുത്തിയല്ലേ. അന ഹാഹുന മുൻദു 3 അയ്യാം, 3 ദിവസമായി ഞാൻ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എങ്ങനെ ഇവിടെ വെച്ച് കാണാമെന്നല്ലേ പറഞ്ഞത്? ആ സ്ഥലത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി 3 ദിവസമായി ഇവിടെ കാത്തിരിക്കുകയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞത് നുബുവത്തിന്റെ മുമ്പ്. അത്രയും വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ് ലം ഫദ്ദു മിൻ ഹൗലിക്. ഇത്രയും സ്വഭാവ മഹിമയുടെ ഉടമയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീടുകളിൽ യുവജനങ്ങൾ ഓടിക്കൂടുകയാണ്. യുവാക്കളിലെ അവരുടെ ഒരു നേതാവുണ്ട്, ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു. യൂസുഫ് ഹാദിഹിൽ ഉമ്മ, സ്വഹാബികളിലെ യൂസുഫ് നബി എന്ന് പറയപ്പെടുന്ന, യൂസുഫ് നബിയോളം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതീവ സൗന്ദര്യമുണ്ടായിരുന്ന ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി തങ്ങൾ എപ്പോഴും പറയും, മാ റആനി റസൂലുള്ളാഹി ഇല്ലാ ളഹിക ഫീ വജ്ഹി. ഞാൻ എപ്പോഴും പ്രവാചകന്റെ മുഖം കാണുമ്പോ പുഞ്ചിരിക്കുന്ന ഒരു മുഖമല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അന്ന് വീട്ടിൽ ചെന്നപ്പോ വീട്ടിൽ നിറയെ ആളുകളാണ്, അകത്ത് കയറാൻ ഇടമില്ല. ഞാൻ പുറത്തിരുന്നു, വീടിന്റെ പുറത്തിരുന്നപ്പോ വീടിന്റെ അകത്തു നിന്നും പ്രവാചകർ തിരുമേനി ഒരു വസ്ത്രം എനിക്ക് എറിഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു, അവിടെ ഇരിക്കണം, ഇജ്ലിസ് അലാ ഹാദാ, ആ വസ്ത്രത്തിൽ ഇരിക്കണം ജരീറെ, അകത്ത് കടക്കാൻ സ്ഥലമില്ലല്ലേ, മുറ്റത്ത് മണ്ണിലിരിക്കല്ലേ, എന്റെ ഈ വസ്ത്രത്തിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞപ്പോ മഹാനായ ജരീർ റളിയല്ലാഹു അൻഹു അഖദഹു വവദഅഹു അലാ വജ്ഹിഹി വഖബ്ബല. ഹബീബ് എറിഞ്ഞു കൊടുത്ത ആ വസ്ത്രം മുഖത്തേക്ക് വെക്കുകയും തുരുതര ഉമ്മ വെക്കുകയും ചെയ്തു. അതിലിരിക്കാൻ ധൈര്യപ്പെട്ടില്ല. ഈ പ്രവാചകരുടെ ഗുണം നോക്കൂ. സ്വന്തം വീടിനകത്ത് സ്ഥലമില്ലാത്തതിന്റെ പേരിൽ പുറത്തിരിക്കുന്ന ഒരാൾക്ക് വസ്ത്രം എറിഞ്ഞു കൊടുക്കുന്നു, സ്വന്തം വസ്ത്രം, അതിലിരിക്കണേ. ആ വസ്ത്രത്തിൽ എങ്ങനെയാണ് ഇരിക്കുക? അത് ലോകത്തിന്റെ ഗുരുവിന്റേതല്ലേ. ആ വസ്ത്രം മുഖത്തേക്ക് വെക്കുകയും ഉമ്മ വെക്കുകയും ചെയ്തു. മഹാനായ ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു തആല അൻ. ഹബീബായ നബി തങ്ങൾ ചാരിയിരിക്കുമ്പോഴാണ് സൽമാനുൽ ഫാരിസി എന്ന യുവാവ് പേർഷ്യയിൽ നിന്ന് സത്യമതം എന്താണെന്ന് അന്വേഷിച്ച് ക്രിസ്തുമതം പരീക്ഷിച്ചിറങ്ങി ഇറാഖിലൂടെ, തുർക്കിയിലൂടെ, സൗദി അറേബ്യയുടെ അന്ന് സൗദി എന്നല്ല അറിയപ്പെടുന്ന ജസീറത്തുൽ അറബിലേക്ക് യാത്ര തിരിച്ച 20-ലേറെ കൊല്ലം സത്യമന്വേഷിച്ച യാത്ര ചെയ്ത ചെറുപ്പക്കാരനായിരുന്നു മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ആ മഹാനായ സൽമാൻ എന്നവരെ മഹാനായ നബി തങ്ങളെ കാണാൻ വന്നപ്പോ തങ്ങൾ ചാരിയിരിക്കുന്ന തലയിണ സൽമാൻ എന്നവർക്ക് എറിഞ്ഞു കൊടുക്കുന്നു. സൽമാൻ എന്നവർ അറബിയല്ല, സൽമാൻ എന്നവർ പേർഷ്യക്കാരനാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, യാ സൽമാൻ, സൽമാനേ, മാ മിൻ മുസ്ലിമിൻ ദഖല അലാ അഖീഹിൽ മുസ്ലിം ഫയുൽഖീ ലഹുൽ വിസാദ ഇക്റാമൻ ലഹു ഇല്ലാ ഗഫറല്ലാഹു ലഹു. സൽമാനേ, ഒരു വിശ്വാസി കടന്നു വരുമ്പോ ആ വിശ്വാസിക്ക് വേണ്ടി ഒരു തലയിണ കൊടുത്തിട്ട് ചാരിയിരിക്കാനോ വിശ്രമിക്കാനോ ആയി ഒരു പില്ലോ കൊടുത്താൽ ഇക്റാമൻ ലഹു, ആ അതിഥിയെ ബഹുമാനിച്ചുകൊണ്ടാണ് നിങ്ങൾ ഒരു പില്ലോ കൊടുക്കുന്നതെങ്കിൽ ഇല്ലാ ഗഫറല്ലാഹു ലഹു, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അറിയണം, ഹബീബായ നബി തങ്ങൾ യുവജനങ്ങളെ ഒരുപാട് പ്രശംസിച്ചിട്ടുണ്ട്. മാ മിൻ ശാബിൻ യദഉ ലില്ലാഹി ദുനിയാ വലഹുവഹാ. ഈ ലോകത്തിന്റെ ആഡംബരങ്ങളും ഈ ലോകത്തിന്റെ മനുഷ്യനെ മയക്കി കിടത്തുന്ന പ്രലോഭനങ്ങൾക്കും വഴിവെക്കാതെ,
ഏതെങ്കിലും ഒരു യുവാവ് ഈ സിനിമയും പാട്ടും കൂത്തുമായി തോന്നിവാസങ്ങളുമായി സമയം കൊല്ലേണ്ടതിനു പകരം സമുദായത്തിന്, നാട്ടുകാർക്ക്, രാജ്യത്തിന് ഉപകാരപ്പെടുന്ന നന്മയിൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ യൗവനകാലത്ത് ഐഹികമായ പ്രലോഭനങ്ങളിലേക്ക് പോകാതെ വളരുകയാണ്.